ആരാധ്യരായ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് ധന്യമീ ദിനത്തിൽ ചിന്തിക്കുന്നു, ജീവിതം എന്തിനുള്ളതാണ് എന്ന്. നിസ്സാരമായി തോന്നാം, നിസ്സാരമായ കാര്യമല്ല. ഏത് കുട്ടിയും ഏത് മുതിർന്ന ആളും നമ്മുടെ ജീവിതം എവിടെ ഏത് പ്രായത്തിൽ എത്തി നിൽക്കുകയാണെങ്കിലും ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. എന്തിനുള്ളതാണ് ജീവിതം? തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ നാം പലതും പഠിച്ചു വരുന്നുണ്ട്. ഇന്നത്തെ വിദ്യാഭ്യാസ രീതി മുഴുവൻ ഇതേമാതിരിയാണ്. ജീവിതം എന്തിനുള്ളതാണ്? പെർഫോം ചെയ്യാനുള്ളതാണ് എന്നാണ് ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്നത്. പെർഫോം ചെയ്യാന്നുള്ള എന്താ അർത്ഥം? പ്രമാണിയാവുക. ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ അറുമാദിക്കുക. പണ്ട് ഇങ്ങനെ നടന്ന ആളാണ്, ഇപ്പൊ എവിടെ എത്തി? ഇതാണ് പെർഫോം ചെയ്യുക. ഈ പെർഫോമിന്റെ ഒരു ഭാഗം നമ്മളും ആവുന്നുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, 3 ഷർട്ട് ഉണ്ടാവും. അന്നത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് 3 ഷർട്ടൊന്നും ആർക്കും ഉണ്ടാവില്ല. ഒരു ഷർട്ടിലേക്ക് തിരുമ്പിയിട്ട് വീണ്ടും വീണ്ടും ഇവിടെയാണ്. ഒരു വ്യക്തി എന്നും ഒരു ഷർട്ട് മാത്രം ധരിച്ചിട്ട് സ്കൂളിൽ വരുന്ന കുട്ടികളുണ്ടായിരുന്നു ആ കാലത്തട്ടോ. ആ 3 എന്നുള്ളത് ഇപ്പോ 100ന്റെ അപ്പുറം കടന്നു. അപ്പൊ എന്തായി? പെർഫോം ചെയ്തു. കാഴ്ചയിൽ വലിയ സൗന്ദര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ആഹാരം കഴിച്ചു, അടിപൊളി മേക്കപ്പും ഡ്രസ്സും ആഭരണവും. അങ്ങനെയാണ് സദസ്സിലേക്ക് വരിക. അവര് പെർഫോം ചെയ്യുന്നു. ആ ഡ്രസ്സും വരവൊക്കെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. പഠിക്കണ കുട്ടിയോട് അച്ഛനമ്മമാര് പറയും, നല്ല പോലെ പഠിച്ചോ, ഭയങ്കര ശമ്പളം കിട്ടും. ഭയങ്കര ശമ്പളം കിട്ടിയാൽ എന്ത് ചെയ്യാം? പെർഫോം ചെയ്യാം. പെർഫോമൻസ് എന്ന് കേട്ടിട്ടില്ല? അടിച്ചു പൊളിച്ചു തീരും. അല്ല അച്ഛ, എങ്ങനെയാണ് പെർഫോം ചെയ്യുക? ഇപ്പൊ നമ്മൾ താമസിക്കുന്ന വീടൊക്കെ വീടാണ്. വേറെ പലരും താമസിക്കുന്ന വീട് കണ്ടിട്ടുണ്ടോ? 10 ഏക്കർ സ്ഥലത്താണ് വീട്, 30 മുറിയാണ്. അതിഥികൾക്ക് വന്ന് താമസിക്കാൻ ഇഷ്ടംപോലെ ക്വാർട്ടേഴ്സ്. എന്റെ ഒരു സുഹൃത്തിന് 18 വാഹനവും അതിൽ 18 ഡ്രൈവറും. എങ്ങനെയുണ്ട്? ഏതെങ്കിലും ഒരു ഡ്രൈവർ ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ, വന്നിട്ടില്ല എങ്കിൽ അറിയും. അതാണ് പെർഫോം ചെയ്യും. അദ്ദേഹമാകട്ടെ ഇതിലൊന്ന് കയറിയൊന്നും ഡ്രൈവറോട് വരെ പറയില്ല. സ്പെഷ്യലായിട്ട് ചാർട്ട് ചെയ്ത വിമാനത്തിലേക്ക്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ കാര്യമായി പറഞ്ഞു, പലരുടെ അല്ല. ഇതാണ് പെർഫോമൻസ്. ഭയങ്കര ശമ്പളം കിട്ടുന്ന ജോലിയിൽ പേര്. അത്തരം പോസ്റ്റ് ആകെ ഇത്രയേ ഉള്ളൂ. ഒരു യുവാവ് പറഞ്ഞത്, ഞാൻ ഇപ്പൊ പഠിക്കണ ഇന്നേക്കാണ്, അതിന് ഇത്ര ലക്ഷമാണ് സംഭവം, അതിലേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. അപ്പൊ വീടോ? അങ്ങനെയൊക്കെ വരുമ്പോ പഴയ താമസിക്കുന്ന വീടൊന്നും മതിയാവില്ല. ലോകം മുഴുവൻ പെർഫോം ചെയ്യാനായിട്ട് നടക്കുകയാണ്.
വലിയ വീട്, ഭയങ്കര ആഭരണം, അലമാരകൾ നിറയെ അതിൽ മുഴുവൻ ഡ്രസ്സ്, മുഴുവൻ. ആ ഡ്രസ്സും മേക്കപ്പിലും ആളുകളെ അങ്ങോട്ട് ഭ്രമിപ്പിക്കുന്നതിന്റെ പേര് പെർഫോമൻസ്. മുറ്റത്തുള്ള വാഹനങ്ങള് വളരെ വില കൂടിയ വാഹനം. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ അല്ലാത്ത അപൂർവം ചിലരുണ്ടല്ലോ. ഇതില്ലാത്തവരൊക്കെ കേമന്മാരെന്നൊന്നും ഇപ്പൊ പറയണില്ല. റേഷൻ വാങ്ങാൻ കാശില്ല, ഞാൻ കേമനാ? അത് കേൾക്കില്ല. ഭാര്യയും കുട്ടികളും പട്ടിണിയാ, കേമനാ? നിക്കിങ്ങനെയൊന്നും വേണ്ട, നിക്കിങ്ങനെയൊന്നും വേണ്ട, ഇതൊക്കെ മതി. പെർഫോം ചെയ്യുന്നതിന്റെ പകരം അതിന്റെ ഓപ്പോസിറ്റ് ഇല്ലാത്തവരും ദരിദ്രന്മാരുമല്ല. ധന്യമീ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദരിദ്രന്മാരെ എന്ന് പറഞ്ഞാൽ അവരെ അവഗണിക്കുകയൊക്കെ ചെയ്യണം. അവരെ അവഗണിക്കണം. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഗ്ലാമർ ഡെഡ് ബോഡിക്ക് പോലും വേണമെന്ന് ഞാൻ പറയാം. ഡെഡ് ബോഡിക്ക് ഒരു ഗ്ലാമർ വേണം. അപ്പൊ പിന്നെ ആരാധ്യരാരാ? പെർഫെക്ഷന് ശ്രമിക്കുന്നവർ. ഇപ്പൊ ജന്മം കിട്ടി, എനിക്ക് ഇനിയും പെർഫെക്റ്റ് ആവണം, പെർഫോമൻസ് അല്ല. ഇവിടെ മഹാത്മാക്കൾ ഓരോരുത്തരും എങ്ങനെ ചിന്തിച്ചു? രാജാവിന്റെ പുത്രനായിട്ട് ജനിച്ചിട്ട് രാജപദവിക്ക് വേണ്ടി അച്ഛൻ മകനെ ഒരുക്കിക്കൊണ്ടുവരുമ്പോ ഒരു മകൻ പറഞ്ഞതാണ്, അച്ഛാ, ഞാൻ അച്ഛന്റെ പരമ്പരയല്ല, അച്ഛൻ രാജപരമ്പരയിൽ വരും, ഞാൻ ഋഷി പരമ്പരയാണ്. ഇതിലേക്ക് ഭ്രമം തോന്നുന്നില്ല. മനുഷ്യജന്മത്തെ ഇനിയും എങ്ങനെ പെർഫെക്റ്റ് ആക്കാം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ നമ്മൾ തിരിച്ചറിയാറില്ല. അത് വേറെ കാര്യം. അവർക്ക് ഉള്ള സൽകീർത്തി അവരോരോന്നിനെയും അവരാകർഷിച്ച് വെച്ച് അവരാരുടെ പിന്നാലെ ഓടില്ല, ഇരിക്കുന്നിടത്തിലിരിക്കും. ഒടുവിൽ നേരത്തെ പറഞ്ഞ പുത്രൻ ബുദ്ധൻ എന്ന അവസ്ഥയിലെത്തി. അച്ഛന്റെ പേര് ഞാൻ ഇപ്പം മറന്നു, കണ്ടോ? ഇനി അച്ഛന്റെ പേരൊന്ന് ഓർത്ത് പറയാൻ പറ്റുമെങ്കിൽ പോലും മകനാണ് പ്രധാനം. അവനവന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പെർഫോം ചെയ്തതിനെ പറ്റിയൊക്കെ പറഞ്ഞവരുണ്ട്. ഒരാള് പറഞ്ഞു, ഞാൻ അങ്ങനെ ഇരുന്ന ആളറിയോ, കാർ ഒരിടത്ത് നിർത്തിയാൽ ഞാൻ അവിടെ ബാക്ക് സീറ്റിൽ ഇങ്ങനെ ഇരിക്കും, ഡ്രൈവർ ഇപ്പുറത്തുകൂടെ വന്നിട്ട് ഡോർ തുറന്നാലേ ഞാൻ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. പെർഫോം ചെയ്യലാം. പെർഫെക്ഷൻ അതല്ല. ഒരു രാജ്യത്തെ മന്ത്രി, ആ മന്ത്രി ചെറിയ ശമ്പളം വാങ്ങും. ഒരു ദിവസം അറിഞ്ഞു ഭാര്യ ഒരു ചിട്ടിയിലിട്ട് ചേർന്നിട്ട് ചെറിയൊരു തുക കിട്ടിയിരിക്കുന്നു. ഭാര്യയോട് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, എനിക്ക് അരി വാങ്ങുന്നത് ഞാനാണല്ലോ, ആ അരിയിൽ ഞാൻ കഴിക്കണ്ട എന്ന് ഒരു പിടി മിച്ചം പിടിക്കും, അത് വിൽക്കും, അത് വിറ്റ കാശുകൊണ്ടാണ് ഞാൻ ചിട്ടിച്ചത്. ശമ്പളം തരുന്നവരോട് ഇദ്ദേഹം പറഞ്ഞു, അടുത്ത തവണ എനിക്കുള്ള ശമ്പളം ഇത്രയും കുറയ്ക്കണം, കാരണം എനിക്ക് ഇത്രയും മിച്ചം പിടിക്കാൻ കഴിയുന്നു എന്റെ ഭാര്യയ്ക്ക്, അത് കുറച്ചുള്ള മതി. അങ്ങനെ ജീവിച്ചു പോവാൻ മതി. ഇതാണ് പെർഫെക്ഷൻ.
അനാഥക്കുട്ടി വഴി കിടന്ന് നിലവിളിക്കുന്നു. ഇറുമ്പ് കടിച്ചിട്ട്. ഒരാള് പോയി എടുത്തു. ആ ഇറുമ്പിനെയൊക്കെ തട്ടിക്കളഞ്ഞു. അതിന് ജീവൻ കിട്ടി. അതിനെ വളർത്തി നല്ല രീതിയിലെത്തി. നല്ല രീതിയിൽ എത്തുണ്ടാവും. ഇതൊന്നും വളരുന്നവരറിയില്ല. ഈ ഭൂമുഖത്ത് നന്ദിയൊന്നും ഈ ഭൂമുഖത്ത് ആരും പ്രതീക്ഷിക്കുന്നു. ആ ആള് കിഴക്കത്തിലെ വളർത്തച്ഛൻ കിഴക്കത്തിലെ യുവാവ് പറഞ്ഞു. ആ തണ്ടപ്പടി എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്. കണ്ട വലിയ വാവാണല്ലോ, കിട്ടിയ നന്ദിയത്. എന്നിട്ടും അവനോട് സ്നേഹം. ഇതാണ് പെർഫെക്ഷനിലേക്ക് വരുന്നത്. ഒരു നന്ദിയില്ലാത്ത കുടുംബാംഗങ്ങളുണ്ട്. ഒരു നന്ദിയോ സ്നേഹമോ ഇല്ലാത്തവരും ഉണ്ട്. അവരോടും സ്നേഹം കാണിച്ച് ശീലിക്കലാണ് പെർഫെക്ഷൻ. ഏത് കാര്യം ധനം ഉണ്ടാക്കുന്നതിലല്ല. പെർഫോം ചെയ്തോളൂ. അന്യര് പറയും അയാൾക്ക് വേണമെങ്കിൽ എത്ര കോടി രൂപ ഉണ്ടാക്കാമായിരുന്നു. അയാളിപ്പോ ദരിദ്രവാസിയൊന്നും ആവില്ല. അവനവന്റെ ജീവിതത്തിന് മാനസികമായിട്ട് എങ്ങനെ പെർഫെക്റ്റ് ആവാം. എന്തൊക്കെ ദ്രോഹം അയാളോട് ആ എക്സ് എന്ന വ്യക്തി ചെയ്തു, എന്നിട്ടോ അയാൾക്ക് ആ എക്സിനോട് ഇപ്പോഴും ഒരു വിരോധമില്ല. അതിലാണ് അത്ഭുതം. അതാണ് പെർഫെക്റ്റ്. അതിനെ പറ്റിയിട്ട് ഒരു ക്ലാസ്സിലും പഠിപ്പിക്കുന്നില്ല. ഒരു കുട്ടിക്കും അറിയില്ല. പെർഫോമൻസ് വേറെ, പെർഫെക്ഷൻ വേറെ. ഇതാണ് ശ്രേഷ്ഠമായ ജീവിതത്തിലേക്കുള്ള ഒരു കാലടി എടുത്തുവെക്കൽ. ചിന്തയ്ക്ക് വിടുന്നു. നമസ്കാരം.